വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു സ്റ്റഡി വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് പകൽ ടൈമിലുള്ള എൻ്റെ ഒരു പഠനം എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ മുൻപ് എനിക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ വെച്ചിട്ട് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും കുഞ്ഞെണീക്കും, അല്ലെങ്കിൽ കുഞ്ഞ് ഡിസ്റ്റർബ് ആക്കുന്നതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, പിന്നെ ബാക്കി കാര്യങ്ങൾ എല്ലാം കൂടി ആയിട്ട് 1 hour പോലും പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എങ്ങനെയാണ് മോളെ വെച്ചിട്ട് എൻ്റെ പകൽ സമയം പഠിക്കാൻ കണ്ടെത്തുന്നത്? 2-3 മണിക്കൂറൊക്കെ ഞാൻ പഠിക്കാൻ കണ്ടെത്താറുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ ആവാറില്ല, കൂടുതൽ സമയം പഠിക്കുന്ന ദിവസമുണ്ട്, ഒട്ടും 1 hour മാത്രം പഠിക്കുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ചില സന്ദർഭങ്ങളെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇന്ന് 10:30ക്കാണ് പഠിക്കാനിരുന്നത്. 10:30 മുതൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഞാൻ 11:30 വരെ, അത് കറക്റ്റ് 11:30 വരെ ഞാൻ ഡിസൈഡ് ചെയ്ത് വെച്ചതൊന്നുമല്ല. മോൾക്ക് ഉറക്കം വരുന്നവിടം വരെ ഞാനിരുന്നു. അപ്പോൾ മോളിപ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, മോളെൻ്റെ കൂടെ തന്നെ ഉണ്ട്. മോൾക്ക് ഒരു ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ സെറ്റിലിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. മോളടിക്കിടയ്ക്ക് നമ്മളിങ്ങനെ തോണ്ടും പിടിക്കുകയോ മോൾക്ക് നമ്മളെടുക്കുന്ന കാര്യങ്ങളും. തലയിൽ ഞാനൊരു ക്രാബ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേണം, അത് വലിയതാണ്, അതൊക്കെ അവളുടെ തലയിലാണെങ്കിൽ ഒരു തുള്ളി മുടിയില്ല, പക്ഷെ അവളുടെ തലയിൽ അത് കുത്തി കൊടുക്കണം, അങ്ങനെയൊക്കെ വാശി കൂട്ടിക്കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. എന്ന് വെച്ച് നമ്മളെ മൊത്തത്തിൽ നമ്മൾ പഠനത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അവരെത്ര കുഞ്ഞുങ്ങളല്ല, എൻ്റെ മോൾക്ക് 1.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ 1 വയസ്സ് 1.5 വയസ്സ് അല്ലെ 2 വയസ്സെന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഒഴിവാക്കാനോ മാറ്റിയിരുത്താനോ ദേഷ്യപ്പെട്ടാലൊന്നും അവർക്കൊന്നും മനസ്സിലാകത്തില്ല, ദേഷ്യപ്പെടാനും തോന്നില്ല. അപ്പം നമ്മൾ അവരെയും വെച്ച് പഠിക്കുക എന്ന് മാത്രമാണ് കുഞ്ഞുങ്ങളുള്ള നമ്മളെപ്പോലുള്ള അല്ലെ എന്നെപ്പോലെയുള്ള ഒത്തിരി പേരുണ്ടാവും PSC പഠിക്കുന്ന. അവർക്ക് നമുക്ക് വേറെ വഴിയില്ല, കുഞ്ഞുങ്ങളെ ഒഴിവാക്കിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ നമ്മൾ തന്നെ കൂടുതൽ സമയം കണ്ടെത്തുകയും വേണം. അപ്പോൾ പിന്നെ ഞാൻ അവളെ തന്നെ വെച്ചിട്ട് തന്നെ പഠിച്ചു. അപ്പോൾ മോള് രാവിലത്തെ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ മോൾക്ക് എപ്പോൾ ഉറക്കം വരുന്നു അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ പഠനം സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ഉറക്കിയതിന് ശേഷം ബാക്കി പഠിക്കും. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് പഠിക്കാനിരുന്നത്. അപ്പോൾ 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മോള് അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് നല്ല കച്ചറാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ക്രാബ് വേണം, ക്രാബ് തലേന്ന് ഇങ്ങനെ ഊരിപ്പോവുക, അത് വാങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. എൻ്റെ രണ്ടാമത്തെ പോകാനകത്തെടുത്തിട്ട് അതിൽ കളിച്ചിട്ട് അത് പൊട്ടിച്ചു. ഇതിപ്പോൾ ഒരു അഡ്ജസ്റ്റ് ചെയ്തേ അത് കുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അവൾക്കത് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു കുഞ്ഞ് ഇതുണ്ട്, അത് വെച്ചിട്ട് അവളുടെ തലയിൽ ഇതാക്കി നമ്മളെന്ത് കാണിക്കുന്നു അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും. കുഞ്ഞുമക്കളുടെ ശരിക്കും ഭയങ്കര കൗതുകം തോന്നും. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അവരും ചെയ്യുന്നത്. പിന്നെ ഞാൻ ഏകദേശം 11:30 തന്നെ ആയപ്പോഴത്തേക്കും മോൾക്ക് നല്ല ഉറക്കം വന്നു. പിന്നെ എനിക്കറിയാം മോൾ എന്താണേലും കിടന്നുറങ്ങിക്കോളും. കാരണം അല്ലെങ്കിൽ അവൾ 10 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് ഒരു 12 മണി ഒക്കെ ആകുമ്പോഴാണ് എണീക്കുന്നത്. ഇത് ഇച്ചിരിയോടെ 11:30 ആയല്ലോ, അതുകൊണ്ട് എനിക്കറിയാം പകൽ നല്ല ചൂടൊക്കെയാണല്ലോ ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ നല്ലോണം ഉറങ്ങിക്കോളും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ തന്നെയായിരുന്നു, മോൾ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിരുന്നത് 12 മണിക്കാണ്. 12 മണി മുതൽ ഞാൻ 1 മണി വരെ ആയിട്ട് പഠിച്ചത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്കിരിക്കാൻ പറ്റത്തില്ല, കാരണം ഇടയ്ക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ 1 hour തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ 1 hour കൂടുതലൊന്നും എനിക്ക് കഴിയില്ല കേട്ടോ. 1 hour ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കോൺസെൻട്രേഷനൊക്കെ പോയി തുടങ്ങും. പിന്നെ ഞാൻ വെറുതെ ഇരുന്ന് വായിക്കുന്നത് പോലെ എനിക്ക് തോന്നും. പിന്നെ അത് തന്നെ മാക്സിമം അത്രേ ഞാൻ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഈ പൊമറോഡോ ടെക്നിക്ക് എന്ന് പറയില്ലേ, അതുപോലെ 20 minutes ഗ്യാപ്പ്, അങ്ങനെയല്ല. ഇവിടെ നമുക്ക് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അങ്ങനെ എടുക്കേണ്ടതൊന്നും കാര്യമില്ല. അല്ലാതെ തന്നെ ആ ടൈമൊക്കെ നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പും ബ്രേക്കൊക്കെ എടുക്കേണ്ടി വരും. അന്നേരം പിന്നെ ഞാൻ 1 മണി വരെ ഇരുന്നാണ് പഠിച്ചത്. അപ്പം ഞാനിപ്പം നോക്കുന്നത് എക്കണോമിക്സ് ആണ്. NCERT ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിനകത്തെ എക്കണോമിക്സ് ഒരു ചാപ്റ്ററുണ്ട് +1-ൻ്റെ. ആ ചാപ്റ്റർ പഠിച്ച് അതാണെങ്കിൽ ഒരു 4 പേജ് ഇതിനകത്തുള്ളൂ. അപ്പോൾ ഞാനാണ് എക്കണോമിക്സ് ഈ ഭാഗം ഒന്നും ഒട്ടും പഠിച്ചിട്ടുമില്ല, ഇച്ചിരി കടികെട്ടിയൊക്കെയായിരുന്നു. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ SCERT ഒക്കെ പഠിക്കുന്നത് അത്രയും വേഗത്തിലങ്ങ് വായിച്ചിട്ട് മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ലെവലായിരിക്കുമല്ലോ അവർക്ക് ഗ്രാസ്പിംഗ് പവർ. എന്നെ സംബന്ധിച്ച് എനിക്ക് 1ഉം 2ഉം തവണയൊന്നും വായിച്ചിട്ട് അതത്ര അങ്ങോട്ട് മണ്ടയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചും കൂടെ 2-3 തവണയൊക്കെ എടുത്താണ് വായിച്ചത്. പിന്നെ 3-4 പേജല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർത്തു പരമാവധി ഇതങ്ങ് തീർക്കാം, നല്ല രീതിയിൽ പഠിച്ച് തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് റിവിഷൻ നടത്തി അങ്ങനെ പോകാമെന്ന് വെച്ചു. നമുക്ക് SCERT പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ മുൻപ് എന്തെങ്കിലും വായിച്ച കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെയും ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണ വായിക്കുമ്പോഴത്തേക്ക് വേഗം മനസ്സിലാവും നമുക്ക്. പക്ഷേ എൻ സി ആർ ടി അങ്ങനെ ആയിരുന്നില്ല. പിന്നെ എക്കണോമിക്സ് എന്നാലും ഞാൻ ഇതിൻ്റെ മുന്നേ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭാഗങ്ങളൊക്കെ പഠിക്കാത്തതെന്നല്ല, എക്കണോമിക്സിൽ ഇപ്പോൾ റാങ്ക് ഫയലിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഉള്ളത് പറയാമല്ലോ, ഞാൻ റാങ്ക് ഫയലിലൊക്കെ മറ്റേ ഫാക്റ്റുമായിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളത് എക്കണോമിക്സൊക്കെ. പിന്നെ നീതി ആയോഗ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ളൂ. അതൊന്നും ഞാൻ സൈറ്റിൽ കയറി ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എൻ സി ആർ ടിയിൽ മൊത്തം ഒരു കഥ പോലെ, എന്താ പറയുക, ബ്രിട്ടീഷുകാർ വന്നിട്ട് നമ്മളെ ചൂഷണം ചെയ്ത് ഇങ്ങനെ നമ്മുടെ സാമ്പത്തികപരമായിട്ട് നമ്മൾ എത്രയൊക്കെ തളർത്തി, അങ്ങനെ ആ രീതിയിലൊരു കഥ പോലെ ഇങ്ങനെ ആ ഒരു രീതിയിൽ എനിക്ക് വായിച്ചു പോകാൻ തോന്നി. എനിക്കങ്ങനെ അങ്ങനത്തെ ഒരു വായിച്ചപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അത് ഒരു പക്ഷേ എനിക്ക് തോന്നി, എനിക്ക് എന്നെ സംബന്ധിച്ച് ഇത് നല്ലതായിട്ട് തോന്നി. നമ്മുടെ മനസ്സിലത് ഇന്നതൊക്കെയാണെന്ന് പിന്നെ ഓർത്ത് വെക്കാൻ പറ്റും കഥ പോലെ. പക്ഷെ കഥ പോലെ ഓർത്ത് വെച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് കറക്റ്റ് പഠിക്കേണ്ട പോയിൻ്റ് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പോയല്ലോ. അപ്പോൾ അതങ്ങനെ വായിച്ചു. പിന്നെ ഞാൻ 1 മണിയായപ്പോൾ എണീറ്റ് പോയി. ഞാൻ നോക്കുമ്പോൾ മോള് നല്ല ഉറക്കമാണ്. എനിക്കറിയാം മോളപ്പോൾ ഒന്നും എണീക്കത്തില്ല. കുറച്ചധികം സമയം അവൾ കിടന്നുറങ്ങും. ഒറ്റ ഉറക്കം. പകൽ 2 നേരം ഉറങ്ങുവാണെങ്കിൽ അവൾ പിന്നെ ഇടയ്ക്ക് 2 തവണയായിട്ടല്ലേ ഉറങ്ങുന്നത്. അപ്പോൾ കുറച്ച് നേരെ ഉറക്കത്തിന് ഇതുണ്ടാവുള്ളൂ. പക്ഷേ ഇത് ഒറ്റ ഉറക്കമായതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ഉറങ്ങും. ഒരു 3 മണി വരെയൊക്കെ കിടന്നുറങ്ങും. അങ്ങനെ എനിക്ക് അവളുടെ ഒരു ഇതെനിക്കറിയാം. അപ്പോൾ എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 1 മണി വരെ വേഗം പഠിച്ചിട്ട് കുറച്ച് ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് ഫ്രഷൊക്കെ ആയിട്ടാണ് പിന്നെ പഠിക്കാനിരുന്നത്. കാരണം വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് മോൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്യുക. വേറൊന്നും കൊണ്ടല്ല, മോൾ എണീറ്റ് കഴിഞ്ഞാൽ മോളെ ഇരുത്തിയിട്ട് പോകാനുള്ള ധൈര്യം എനിക്കില്ല. അതൊന്ന്. 2, അവർ മക്കൾ വരുമ്പോഴത്തേക്കും എനിക്ക് കുളി അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിക്കണം. പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കലും, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, അവർക്ക് എക്സാമും കാര്യങ്ങളായിട്ട് അവരെ പഠിപ്പിക്കാൻ ടൈം വെക്കണം നമ്മൾ. അപ്പം ആ സമയത്ത് ഞാൻ കുളിക്കാൻ പോവുക, അലക്കാൻ പോവുക, അങ്ങനത്തെ പരിപാടിക്ക് നടന്നാൽ പിന്നെ എനിക്കറിയില്ല, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എൻ്റെ സമയം എങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേപോലെ ഒരു തിരക്ക് പിടിച്ച സമയം. രാവിലെ അവർ പോകുന്നോടം വരെയും അവർ വന്നതിന് ശേഷം അങ്ങനെ തന്നെ പണിയും തിരക്കും കൂടുതലായിരിക്കും എനിക്ക് കേട്ടോ. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും, എൻ്റെ കാര്യമാണ് പറയണത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുളിയൊക്കെ ഇപ്പം ഉച്ച സമയത്ത് കഴിക്കും. അപ്പം ഞാൻ മോൾ ഉറങ്ങിയ സമയത്ത് തന്നെ വേഗം കുളിച്ചൊക്കെ ഫ്രഷായി വന്നിട്ടാണ് പിന്നെ പഠിക്കാനിരുന്നത്. പിന്നെ ഞാൻ നോക്കിയത് ഇംഗ്ലീഷായിരുന്നു. PYQൻ്റെ അത് തന്നെ നോക്കി പോകുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നേരത്തെ NCERT 4 പേജ് ഉള്ളെങ്കിൽ 3 പേജ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ ആ ഒരു പേജും കൂടെ തീർക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ 3:30 വരെ ഇരിക്കത്തുള്ളൂ. 2:30 മുതൽ 3:30 വരെ. അത് കറക്റ്റ് ടൈം ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. കാരണം മോള് എണീക്കില്ല എന്ന് എനിക്ക് തോന്നി. എണീറ്റാലും കുഴപ്പമില്ല, അവളെ വെച്ചിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം 3:30-ക്ക് ശേഷം പിന്നെ എനിക്ക് അവർക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കണം. ഈവനിങ് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പാല് തിളപ്പിക്കുക, അങ്ങനത്തെ പരിപാടിയുണ്ട്. ഈ 2:30-ക്ക് മുന്നേ ഞാൻ ഫ്രഷായിട്ട് പാലൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം കലാപരിപാടിയാണല്ലോ പാല് വാങ്ങുക, അങ്ങനത്തെ കുറച്ച്. അത് നമ്മുടെ ഇവിടുത്തെ റോഡ് സൈഡ് തന്നെയാണെങ്കിൽ കൂടി എന്നാലും അതിന് സമയം കണ്ടെത്തണം. കാരണം പാലുകാരൊന്നും കറക്റ്റ് ടൈമിൽ വരില്ല. അവർ ചിലപ്പോൾ 2 മണിക്ക് വരും, ചിലപ്പോൾ 2:10-ന് വരും, ചിലപ്പോൾ 2:30-ക്ക് വരും. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയം പോകും. പിന്നെ ബുക്കും പിടിച്ചിട്ട് പുറത്തിറങ്ങി നിന്ന 100 ചോദ്യങ്ങൾ. അതിലും ഭേദം ആ സമയം ഒഴിവാക്കുന്നതായിരിക്കും എന്ന് ഞാൻ കരുതി. അങ്ങനെയൊക്കെ. അപ്പോൾ ഫ്രഷായി പാല് വാങ്ങുക. പിന്നെ 3:30-ക്ക് ശേഷം അവർക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കുക, വെള്ളം തിളപ്പിക്കുക. മക്കൾ ചൂടാണെങ്കിലും ചൂടുവെള്ളത്തിൽ തന്നെയാണ്, മീൻസ് ഇപ്പോൾ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞിട്ടില്ല, അവരെ പച്ചവെള്ളത്തിൽ കുളിപ്പിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് NCERTൻ്റെ ഇത് തന്നെ ഞാനങ്ങ് തീർക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ പിന്നെ GK പാർട്സായിട്ട് ഞാൻ എടുത്തേക്കുന്നത്, ഈ ആഴ്ച ഞാൻ എക്കണോമിക്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എക്കണോമിക്സ് NCERTയിലുള്ളത് മൊത്തം തീർത്തേക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, എല്ലാവരും വിചാരങ്ങളാണല്ലോ. പിന്നെ ഞാനിരുന്നത് മക്കളൊക്കെ വന്ന്, ഹസ്ബൻഡൊക്കെ വന്ന് അതിന് ശേഷം 6:30 ആയി. 6:30-ക്കാണ് പിന്നെ ഇരിക്കാൻ പറ്റിയത്. 6:30 മുതൽ 7:30 വരെ 1 അവർ അതുവരെ പഠിക്കാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ പകൽ പിന്നെ ഇരിക്കുന്നതിനെക്കാട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്
ഈ സമയത്തൊക്കെ വൈകുന്നേരത്തെ പഠിത്തം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വാതിലടച്ചിടാൻ പറ്റില്ല. വാതിലടച്ചിട്ടാൽ മോൾ വന്നിട്ട് ഇങ്ങനെ തട്ടും മുട്ടും ചെയ്തുകൊണ്ടിരിക്കും. അവരൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ കൂടെ നടക്കുമെങ്കിൽ അവൾ കൂടുതൽ എന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തട്ടും മുട്ടും. പിന്നെ വാതിലിങ്ങനെ തള്ളി തുറക്കാൻ നോക്കിയിട്ട് കൈ അതിൻ്റെ ഉള്ളിലാക്കി ഇറുക്കുക, അങ്ങനത്തെ അനുഭവമൊക്കെ ഉള്ളതുകൊണ്ട് വാതിൽ ഞാൻ അടച്ചിടില്ല. പിന്നെ മൂത്തവരുടെയും പ്രായം അത്രയല്ലേ ഉള്ളൂ. അവർ ഓടിച്ചാടി, രണ്ടാമത്തെ ആദ്യമൊക്കെ ആണെങ്കിൽ ഏത് നേരം ഓടിച്ചാടി എൻ്റെ അടുത്ത് വരും, അങ്ങോട്ടൊന്നോടും ഇങ്ങോട്ടൊന്നോടും കലവിൽ വെക്കും. അവർ പഠിക്കാൻ ഇപ്പം ഞാൻ അവർക്ക് പഠിക്കാൻ സത്യം പറഞ്ഞാൽ ആദൂന് എഴുതാനും കൊടുത്തതാണ്, കുഞ്ഞുവിന് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു. കുഞ്ഞും പിന്നെയും ഞാൻ പറഞ്ഞാൽ ചീത്ത പറഞ്ഞാൽ കുറച്ചിരിക്കും, കാരണം അവൻ 3-ലെത്തിയല്ലോ. അവനെ അവിടെ ഇരുത്തിയിട്ട് പക്ഷേ ആദു വേഗം എഴുതി കഴിഞ്ഞു. അമ്മ ഞാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം വർത്താനം പറയും. പിന്നെ എൻ്റെ സ്റ്റഡി ടേബിളിലേക്ക് വലിഞ്ഞു കയറും, കാരണം അവിടെ ഇരിക്കുന്ന എല്ലാം വലിച്ചു വാരി എടുക്കണം. പിന്നെ ഞാനൊരു ചെറിയ ടൈം പീസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ടൈം ഇങ്ങനെ ഷോ ചെയ്യാൻ സൈഡിലൊരു കഷ്ണം ചാടി. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ നിലത്തേക്ക് വീഴാൻ പോകും. അതാണ് ഞാൻ ഈ അടുത്ത് പെറുക്കി വെക്കുന്നത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പഠിത്തം പോയത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. 3 അവർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3-3:30 അപ്പോൾ പ്രൊഡക്റ്റീവ് ഡേ ഒക്കെ തന്നെ ആയിരുന്നു. അത്യാവശ്യം പഠിക്കാനൊക്കെ പറ്റി. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.